Hey, what's up guys? You will be here for Mr. and Mrs. Agam. This is Anilivi. So, ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളൊക്കെ ഓരോരുത്തരും ഇംഗ്ലീഷ് ഭാഷ എഴുതാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണ്. ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടില്ലാതെ വളരെ ഫ്ലുവൻ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ തേടുമ്പോൾ, നല്ല രീതിയിൽ സംസാരിക്കാൻ, നല്ല രീതിയിൽ എഴുതാനുള്ള ഉപദേശങ്ങളൊക്കെ തേടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഓക്കെ, ഗ്രാമറൊക്കെ ശരിക്കും പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഗ്രാമർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറേ ടെൻസ് ഫോമുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും കഴിയുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വലിയ ബിൽഡിംഗ് കെട്ടിപ്പൊക്കുമ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും വളരെ സിമ്പിളാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഉത്തരമാണ് അതിന് വേണ്ടത്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ എത്ര പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്? ഈ ചോദ്യം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ താഴ്ന്ന ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന കാലഘട്ടങ്ങളിൽ കേട്ട ഒരു ചോദ്യവും ഉത്തരവുമൊക്കെ ഇതിനുണ്ട്. സാധാരണ പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുള്ളത് 8 എണ്ണമുണ്ട് എന്നാണ്. പക്ഷേ 8 എണ്ണമല്ല, അതൊരു തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ആസ് പെർ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആക്ച്വലി 9 പാർട്സ് ഓഫ് സ്പീച്ചുകളാണ് ഉള്ളത്. ഈ 9ാമനായിട്ട് അങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മളുടെ ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന ഒന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്, ഏതൊക്കെയാണവ, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനീഷൻസ് എന്താണ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ്? നമുക്ക് ഇതിൻ്റെ ഉപയോഗത്തിൽ തന്നെ തുടങ്ങാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ നമ്മൾ ഉപയോഗിക്കുന്നത് സെൻറ്റൻസുകളാണ്. ഈ സെൻറ്റൻസുകളുടെ ഭാഗങ്ങളാണ് ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസ് നല്ല രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ആവശ്യമാണ്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലെങ്കിൽ നമുക്കൊരു നല്ല സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ടെൻസിൻ്റെ എല്ലാ ഫോർമാറ്റുകളും പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും നല്ല രീതിയിലൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസാര ഭാഷയ്ക്കും എഴുത്തു ഭാഷയ്ക്കുമൊക്കെ ഇത് അനിവാര്യമാണ്. ഏതൊരു ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പം മലയാളം എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷ എടുത്തു കഴിഞ്ഞാലോ എല്ലാത്തിനും ഇതേപോലെ തന്നെ ഒരു ബേസിക് എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ഈ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഉപയോഗം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്, എത്ര എണ്ണമുണ്ട്, അത് ഏതൊക്കെയാണ്? പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് ആദ്യം തന്നെ നോക്കാം. Every sentence you write or speak in English include words that fall into some of the 9 parts of speech. These includes nouns, pronouns, verbs, adjectives, adverbs, prepositions, conjunctions, articles or determiners, and interjections. Some sources include only 8 parts of speech and leave interjections in their own category. So, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് 9 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് ആ 9 എണ്ണം? The first one called noun and the second one called pronoun, verb, adjective, adverb, prepositions, conjunctions, articles or determiners, and interjections. ഇവയാണ് നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയിലെ പാർട്സ് ഓഫ് സ്പീച്ചുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ? What is a part of speech? We can categorize English word into 9 basic type. It's called parts of speech or word classes. നമ്മളുടെ ഈ പാർട്സ് ഓഫ് സ്പീച്ചിന് തന്നെ മറ്റൊരു പേര് കൂടിയുണ്ട്, വേർഡ് ക്ലാസ്സസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. It is quite important to recognize parts of speech. This helps you to analyze a sentence and understand them. It also helps you to construct good sentences. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചുകൾ നമ്മളെ സഹായിക്കുന്നത് 2 രീതിയിലാണ്. നല്ല ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയെടുക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ പാർട്സ് ഓഫ് സ്പീച്ചുകളാണ്. സോ ലെറ്റ്സ് മൂവ് ഇൻ ടു ദ പാർട്സ് ഓഫ് സ്പീച്ച്. ആദ്യം നമുക്ക് ഓരോ പാർട്സ് ഓഫ് സ്പീച്ചുകളും അതിൻ്റെ ഡെഫിനിഷൻസും അതിൻ്റെ എക്സാമ്പിളുകളും ഒക്കെ നോക്കാം. അതിനു മുൻപായിട്ട് ഈ പാർട്സ് ഓഫ് സ്പീച്ചുകളെ തന്നെ നമ്മൾ 2ആയി തരംതിരിക്കുന്നുണ്ട്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്.
എന്താണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എന്ന് പറയുന്ന ആ ഒരു ടേമുകൾ ഉദ്ദേശിക്കുന്നത്? ലെറ്റ്സ് സീ. The parts of speech are commonly divided into open classes, for example, nouns, verbs, adjectives, and adverb, and closed classes, pronouns, prepositions, conjunctions, articles, determiners, and interjections. The idea is that open classes can be altered and added to as a language develops, and closed classes are pretty much set in stone. For example, new nouns are created every day, but conjunctions never change. എന്താണ് ഓപ്പൺ ക്ലാസ്സസ് അതുപോലെ തന്നെ ക്ലോസ്ഡ് ക്ലാസ്സസ്? വളരെ സിമ്പിളായിട്ട് ഈ ഓപ്പൺ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നൗൺ എന്ന് പറയുന്നത്. ഈ നൗൺസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഓരോരോ കാറ്റഗറിയാണ് അല്ലേ. ഒരാളുടെ പേരാണെങ്കിലും അതും അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഇങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെ പേര്, ഇതൊക്കെ നമുക്ക് ഓരോ ദിവസവും പുതിയതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ക്ലോസ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ബട്ട്, ആൻഡ് എന്നീ തുടങ്ങിയിട്ടുള്ള വാക്കുകളാണ്. ഇവയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കാറില്ല. അതല്ലെങ്കിൽ മറ്റൊരു കൺജങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലേക്ക് മറ്റൊരു കൺജങ്ഷൻ കയറി വരികയോ ഒരു പുതിയ കൺജങ്ഷനെ ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കില്ല. ഓൾറെഡി പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കൺജങ്ഷൻസ് മാത്രമായിരിക്കും അവിടെ നിലനിൽക്കുന്നുണ്ടാവുക. സോ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചിനെ രണ്ടായിട്ടാണ് തലംതിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ കോൾഡ് ഓപ്പൺ ക്ലാസ്സസ് ആൻഡ് ദ സെക്കൻഡ് വൺ കോൾഡ് ക്ലോസ്ഡ് ക്ലാസ്സസ്. എന്തൊക്കെയാണ് ഓപ്പൺ ക്ലാസ്സസിൽ വരുന്നത് എന്നത് ഒന്നുകൂടി നോക്കാം. ഓപ്പൺ ക്ലാസ്സസിൽ വരുന്ന കാര്യങ്ങളാണ് നൗൺസ്, അതുപോലെ തന്നെ വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്. നമുക്കറിയാം പുതിയ പുതിയ പേരുകളൊക്കെ നമ്മൾക്ക് ഓരോ ദിവസവും ഉരുത്തിരിഞ്ഞ് വരുന്നവയാണ്. അതുപോലെ തന്നെ വേർബ്സ്, ഓരോ ആക്ഷനും ഓരോ ദിവസവും പുതിയ പുതിയ ആക്ഷൻസ് ഇവിടെ ഉണ്ടായി വരുന്നതാണ്. ആൻഡ് ദ അഡ്വേർബ്സ്, അതുപോലെ തന്നെ അഡ്വേർബുകൾ, അഡ്ജക്റ്റീവുകൾ, ഇതൊക്കെ ഓപ്പൺ ക്ലാസ്സസിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി ക്ലോസ്ഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നവയാണ് പ്രൊനൗൺസ്. നമുക്കറിയാം പ്രൊനൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഐ, ഹി, ഷീ എന്നൊക്കെ തുടങ്ങിയ വാക്കുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഐ, ഷീ, ഹി, ഇറ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകൾക്ക് പകരം പുതിയൊരു വാക്ക് പ്രയോഗങ്ങളൊന്നും അങ്ങോട്ടേക്ക് കടന്നു വരാറില്ല. അപ്പോൾ പ്രൊനൗൺസ് ഒക്കെ ക്ലോസ്ഡ് ക്ലാസ്സിൽ പെടുന്നവയാണ്. ആൻഡ് പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേഴ്സ് ആൻഡ് ഇൻ്റർജെക്ഷൻസ്, ഇതൊക്കെ ക്ലോസ്ഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന പാർട്സ് ഓഫ് സ്പീച്ചുകളാണ്. ഓക്കെ, ഇനി ഓരോ പാർട്സ് ഓഫ് സ്പീച്ചുകളും അവയുടെ എക്സാമ്പിൾസും നോക്കാം. ദ ഫസ്റ്റ് വൺ കോൾഡ് നൗൺ. നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടാവും എന്താണ് നൗൺ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ, ഒരു സാധനത്തിൻ്റെ, ഒരു വ്യക്തിയുടെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് വിളിക്കുന്നത്. ഒരു സാധനത്തിന് വിളിക്കുന്ന ഒരു പേര്, ഒരു സ്ഥലത്തിന് വിളിക്കുന്ന ഒരു പേര്, അതുപോലെ തന്നെ ഒരു ആളെ വിളിക്കുന്ന ഒരു പേര്, ഇതിനെയൊക്കെയാണ് നമ്മൾ നൗൺസ് എന്ന് പറയാറുള്ളത്. പല തരത്തിലുള്ള നൗണുകളുണ്ട്. ഫോർ എക്സാമ്പിൾ കളക്റ്റീവ് നൗൺ, നിങ്ങൾ കേട്ടിരിക്കും കളക്റ്റീവ് നൗൺ. അതിനുമുള്ള ഒരു എക്സാമ്പിളാണ് ആർമി. ഈ ആർമി എന്ന് പറയുന്നത് ധാരാളം ആൾക്കാർ ചേർന്നിട്ടുള്ള ഒന്നാണ് ആർമി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കളക്റ്റീവ് നൗണായിട്ട് ഉൾപ്പെടുത്തി ഒറ്റ പേരുകൊണ്ട് ആർമി, സോൾജിയേഴ്സ് എന്ന് വിളിക്കുന്നു. സോ ദിസ് ഈസ് കളക്റ്റീവ് നൗൺസ്. അല്ലെങ്കിൽ നൗൺസ് എന്ന് പറയുന്നത് പല ടൈപ്പ് ഉണ്ട്. അതിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു വിശദമായ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. സോ നൗൺസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്തിൻ്റെ, ഒരു സാധനത്തിൻ്റെ, ഒരാശയത്തിൻ്റെ, ഒരു വ്യക്തിയുടെ ഒക്കെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് വിളിക്കുന്നത്. എവിടെയാണ് നൗണിൻ്റെ ഇമ്പോർട്ടൻസ്? നമുക്കറിയാം നമ്മളൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നീ പറയുന്ന 3 സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ 3 ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന നൗണുകളെ ആയിരിക്കും. അപ്പോൾ നൗണിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നൗൺ ഇല്ലെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നൗൺ മിക്കപ്പോഴും ഒരു സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. നൗൺസ് ആർ എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. ദേ ക്യാൻ ടേക്ക് ഓൺ ഓഫ് റോൾസ് ഇൻ ദ സെൻറ്റൻസ് ഫ്രം ദ സബ്ജക്ട്സ് of it all the object of an action, and they are capitalized when they are the official names of something or someone called proper nouns. In these cases, example pirate and ship, freedom, Captain Jack Sparrow.
ചില സമയങ്ങളിലൊക്കെ പ്രോപ്പർ നൗണുകൾ ഉണ്ടാവാറുണ്ട്. പ്രോപ്പർ നൗണുകൾ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞതുപോലെ തന്നെ നൗൺസിൻ്റെ പല കാറ്റഗറിയായി തിരിക്കുമ്പോൾ അതിൽ വരുന്ന ഒന്നാണ് പ്രോപ്പർ നൗൺസ്. ഈ നൗൺസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റും അതുപോലെ തന്നെ ഒരു വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് ഈ നൗൺസ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റ് എന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. പ്രൊനൗൺ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ നമ്മളുടെ പാർട്സ് ഓഫ് സ്പീച്ച്. എന്താണ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ, ദ പ്രൊനൗൺസ് ആർ യൂസിങ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊനൗണുകൾ എന്ന് പറയുക. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരാളുടെ പേരെടുത്ത് ഒരു കാര്യം പറയുമ്പോൾ തുടർച്ചയായിട്ട് അയാളുടെ പേര് എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു അരോചകമായിട്ട് തോന്നിയേക്കാം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അയാളുടെ പേര് ഉപയോഗിക്കുന്നതിന് പകരം അവൻ, അവൾ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മലയാള ഭാഷയിൽ തന്നെ. ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെ നൗണുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊനൗണുകൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഹി, ഷീ, ഇറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളുകൾ. Pronouns stand in for nouns in a sentence and they are more generic versions of nouns that refer only to people. For example, I, you, he, she, it, ours, them, who, which, anybody, ourselves, etc. ഇപ്പോൾ പ്രൊനൗണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണുകൾക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രൊനൗണുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് പോവാം. മൂന്നാമത്തത് വെർബ് എന്ന് പറയുന്ന കാര്യമാണ്. മലയാളത്തിൽ ഇതിനെ ക്രിയ എന്നാണ് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ഈ വെർബിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു വേർഡ് ദ ആക്ഷൻ എന്നുള്ളതാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഓക്കെ, വെർബ് എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാധനം ചെയ്യുന്ന, സാധനം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യോ? ഇല്ല അല്ലേ. ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കിനെയാണ് വെർബ് എന്ന് വിളിക്കുന്നത്. ഒരു സെൻറ്റൻസിൽ ഏറ്റവും ആവശ്യമുള്ളതും വെർബ് തന്നെയാണ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബ് ഇല്ലാതെ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോൾ വെർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്. ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ വെർബ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് അതിൻ്റെ യഥാർത്ഥ ഡെഫിനേഷൻ? Verbs are the action words that tells what happens in a sentence. വെർബുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷൻ വേർഡ്സ് ആണ്, അതായത് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ. ഒരു സെൻറ്റൻസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ വെർബുകളാണ്. And they can also show the sentence, subject, state of being, and verbs change from based on the tense, present, past, and count distinction, singular or plural. Example, sing, dance, believes, seemed, finish, eat, drink, be, became. ഇനി നമ്മളുടെ വെർബുകൾക്ക് അല്ലെങ്കിൽ ക്രിയകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഓരോ ടെൻസുകൾക്കനുസരിച്ചും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓരോ സെൻറ്റൻസുകൾക്കും അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വെർബായിരിക്കില്ല നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ ടെൻസിനനുസരിച്ചിട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒന്നുകൂടിയാണ് വെർബുകളെന്ന് വിളിക്കപ്പെടുന്നവ. അതുപോലെ തന്നെ ഇത് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഒക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഒരു സിംഗുലറിൻ്റെ കൂടെ ഇങ്ങനെ വേണം, പ്ലൂറലിൻ്റെ കൂടെ ഇങ്ങനെ വേണമെന്നൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ടെൻസ് ഫോമാറ്റുകളൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും കേട്ട് പരിചയമുള്ളവയാണ്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഈ പറയുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിൻ്റെ കൂടെ എസ്ഒറിയസിൻ്റെ അഡീഷൻ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷീ സിങ്സ് എ സോങ്. പക്ഷേ അവിടെ ഒരു പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ ദേ സിങ് എ സോങ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. ഇവിടെ വന്ന വ്യത്യാസം സിങ് എന്ന് പറയുന്ന വാക്കിനെ സിങ്ങിൻ്റെ കൂടെ ഒരു എസ് കൂടി ആഡ് ചെയ്ത് സിങ്സ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ വെർബുകൾ നമ്മളുടെ സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്നതിനനുസരിച്ചും അതുപോലെ തന്നെ സെൻറ്റൻസ് പ്രസൻറ്റ് ടെൻസിലോ പാസ്റ്റ് ടെൻസിലോ എന്നതിനനുസരിച്ചും മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒന്നുകൂടിയാണ്. സോ യു ഗോട്ട് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ, അഡ്വേർബ്സ്. എന്താണ് അഡ്വേർബ്? നമ്മൾ പ്രൊനൗണിനെ പറഞ്ഞതൊക്കെ പോലെ തന്നെയാണ് അഡ്വേർബ് എന്ന് പറയുന്നതും. അഡ്വേർബ് എന്ന് പറയുമ്പോൾ അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളാണ്. ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഷീ സിങ്സ് എ സോങ് ലൗഡ്ലി. ഷീ സിങ്സ് എ സോങ് ലൗഡ്ലി. അവിടെ രണ്ട് വെർബുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഷീ സിങ്സ് എന്ന് പറയുന്നതിലെ സിങ്സ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. ലൗഡ്ലി എന്ന് പറയുമ്പോൾ LOUDLY അത് മറ്റൊരു വെർബാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ രണ്ട് വെർബുകൾ കടന്നു വരിക?
ഇവിടെ വളരെ സിമ്പിളാണ്. അവൾ ഒരു പാട്ട് പാടി. അതെങ്ങനെയാണ് പാടിയത്? ഉച്ചത്തിലാണ് പാടിയത്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്വേർബുകളെന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെർബുകളെയാണ് അഡ്വേർബുകളെന്ന് വിളിക്കുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലായല്ലോ. ഒരാളൊരു പാട്ട് പാടുന്നു. പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എങ്ങനെയാണ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെർബുകളെ അല്ലെങ്കിൽ വാക്കുകളെയാണ് അഡ്വേർബുകളെന്ന് വിളിക്കുന്നത്. Adverbs describes verbs, adjectives and even other adverbs. They specify when, where, how and why something happened and to what extent or how often. Example: softly, lazily, often, only, sometimes, hopefully, etc. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം, അഡ്വേർബ് എന്ന് പറയുമ്പോൾ ഒരു ആക്ഷനെ കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് കാണിക്കുമ്പോൾ ഒരു അഡ്ജക്റ്റീവ് തന്നെയല്ലേ അത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അല്ല, അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു അഡ്ജക്റ്റീവ് എന്ന അതിനെ നമുക്ക് പൂർണ്ണമായി വിളിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഇത് മോഡിഫൈ ചെയ്യുന്നത് വെർബിനെ മാത്രമാണ്. സോ ഷാൽ വി മൂവ് ഇൻ ടു ദ നെക്സ്റ്റ്? ഓക്കെ, നെക്സ്റ്റ് വൺ കോൾഡ് അഡ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് തന്നെയാണല്ലേ. അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നിങ്ങളൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ഈ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ നൗണിൻ്റെ ഒരു ക്വാളിറ്റിയെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കണം അല്ലേ? ഓക്കെ, ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഷീ ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ അവൾ ഒരു നല്ല കുട്ടിയാണ്. അവിടെ ഗുഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അഡ്ജക്റ്റീവായിട്ടാണ്. എന്തുകൊണ്ടാണ്? അത് അവളുടെ ഒരു ക്വാളിറ്റിയാണ്. ക്വാണ്ടിറ്റി, എന്താ ക്വാണ്ടിറ്റി? മെഷർമെൻറ്റ്സ്, അളവുകൾ. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ടു ഫാറ്റി. ഹീ ഈസ് എ ഫാറ്റി മാൻ. അപ്പോൾ ഇവിടെ ഫാറ്റി എന്ന് പറയുന്ന വാക്ക് തടിച്ചിട്ടുള്ളത് എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഫാറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക്, അതുപോലെ തന്നെ ഹീ ഈസ് എ ടോൾ മാൻ എന്ന് പറയുമ്പോൾ, ടോൾ എന്ന് പറയുമ്പോൾ നല്ല ഉയരമുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ അവിടെ ടോൾ എന്ന് പറയുന്ന വാക്ക് ഒരാളുടെ അളവിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. അഡ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ്സ് നൗൺസ് ആൻഡ് പ്രൊനൗൺസ്. ദേ സ്പെസിഫൈ വിച്ച് വൺ, ഹൗ മച്ച്, വാട്ട് കൈൻഡ് ആൻഡ് മോർ. Adjective allows readers to and the listeners to use their sense of imagine something more clearly. The examples for adjectives: hot, lazy, funny, unique, bright, beautiful, poor, smooth. Prepositions. ഞാൻ പഠിച്ചിരുന്ന കാലത്തും നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാലത്തും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ തെറ്റുവരുത്തുന്നത് പ്രിപ്പോസിഷൻസിലായിരിക്കും അല്ലേ? ഇന്ന്, ഓണ്, ഇറ്റ്, ഇന്ന്, ഓണ്, അറ്റ്, ഇതൊക്കെ എവിടെ ചേർക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ വല്ലാത്ത സംശയമുള്ളവരാണ് നമ്മൾ. പക്ഷേ ടീച്ചേഴ്സ് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓക്കെ, എ ബുക്ക് ഓൺ ദ ടേബിൾ, എ ബുക്ക് ഇൻ ദ ടേബിൾ, ഇങ്ങനെ പറഞ്ഞിട്ട് പല എക്സാമ്പിൾസും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എക്സാം എഴുതുമ്പോൾ ഗ്രാമാറ്റിക്കൽ ടേംസിൽ തെറ്റുവരുത്തുന്ന ഒരു ഭാഗമാണ് പ്രിപ്പോസിഷൻസ്. എന്താണ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? Preposition shows spatial, temporal and role relation between noun or pronoun and the other words in a sentence. So, എന്താണ് പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ? പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ, ഇവ ഈ നൗണും അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിലെ ബാക്കിയുള്ള വാക്കുകളും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിന് വേണ്ടിയും ഒരു സാധനത്തിൻ്റെ പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടിയുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒരു സാധനത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തു സാധനമായിക്കോട്ടെ അതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻസ്. ഇനി രണ്ടാമത്തത് നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. ഇതുപയോഗിച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകളിലെ ബാക്കിയുള്ള വാക്കുകളും ഈ പ്രൊനൗണും നൗണും തമ്മിലുള്ള ബന്ധമൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നു. കം അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ് വിച്ച് കണ്ടെയ്ൻസ് എ പ്രിപ്പോസിഷൻ ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് ഭാഷയിലെ കുറച്ച് പ്രിപ്പോസിഷൻസ് ആണ് അപ്പ്, ഓവർ, എഗെയിൻസ്റ്റ്, ബൈ, ഫോർ, ഇൻ ടു, ക്ലോസ് ടു, ഔട്ട് ഓഫ്,
അപ്പാർട്ട് ഫ്രം, ഇങ്ങനെ പറഞ്ഞ് ധാരാളം പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. ദ നെക്സ്റ്റ് വൺ കോൾഡ് കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിലെ ജംഗ്ഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണ് കൺജങ്ഷൻ എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ പോലെ തന്നെയാണ്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പല റോഡുകൾ വന്നു ചേരുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ ജംഗ്ഷൻ എന്ന് വിളിക്കാറുള്ളത്. ആ റോഡിൽ വന്ന് മുട്ടിയ ശേഷം മാത്രമായിരിക്കും മറ്റൊരു റോഡിലേക്ക് നമുക്ക് കയറി പോകാൻ വേണ്ടി പറ്റുക. അപ്പോൾ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാലും അതുതന്നെയാണ്. രണ്ട് ഫ്രേസുകളെ, രണ്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ പശയാണ് ഈ പറയുന്ന കൺജങ്ഷൻസ്. സോ വളരെ സിമ്പിളാണല്ലേ. കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ, രണ്ട് ഫ്രേസസിനെ ഒക്കെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കൺജങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും അറിയാം. ആൻഡ്, ബട്ട്, ഓർ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം വാക്കുകൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നവയാണ്. So the conjunctions is a joining words, phrases and the clauses in a sentence. ഒരു സെൻറ്റൻസിലെ ഫ്രേസസിനെ, ക്ലോസസിനെ, അതുപോലെ വാക്കുകളെ ഒക്കെ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. There are coordinating, subordinating, correlative conjunctions. സോ കൺജങ്ഷൻസ് തന്നെ പലതരത്തിലുണ്ട്. കോർഡിനേറ്റീവ് കൺജങ്ഷൻസ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്നീ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കൺജങ്ഷൻസ് അവിടെയുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിലെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ആൻഡ്, ബട്ട്, ഓർ, സോ, യെറ്റ്, വിത്ത്, എക്സെട്ര. ദ നെക്സ്റ്റ് വൺ കോൾഡ് ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സ്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരുന്നത് ആൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആയിരിക്കും. ബിക്കോസ് AEIOU ഇതിൻ്റെ മുൻപിലൊക്കെ ആൻ ഉപയോഗിക്കണം. കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ മുൻപിലൊക്കെ എ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ദി ഉപയോഗിക്കണം. ഇങ്ങനെ പറഞ്ഞ് നമ്മളൊക്കെ ഗ്രാമർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ, ആൻ, ദി എന്ന് പറയുന്ന 3 വാക്കുകളാണ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ്, ദോസ് എന്നീ തുടങ്ങിയ വാക്കുകളാണ്. എന്താണ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ? Articles and determiners function like adjectives by modifying nouns. ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവിനെ പോലെ തന്നെയാണ് നമ്മുടെ നൗൺസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. But they are different than adjective in that they are necessary for a sentence to have proper syntax. ഒരു സെൻറ്റൻസിൻ്റെ പ്രോപ്പർ സിൻടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റൻസിൽ നിന്ന് അഡ്ജക്റ്റീവിനെ ഒഴിവാക്കി നിർത്താം. പക്ഷേ ഈ പറയുന്ന ആർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിറ്റർമിനേഴ്സിനെ ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. ആ ഒരു സെൻറ്റൻസിന് അതിൻ്റേതായ രൂപം, സ്ട്രക്ചർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ഒരു സെൻറ്റൻസിനൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ ഏറ്റവും കൂടുതൽ ആ ഒരു സെൻറ്റൻസിന് സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സ് സ്പെസിഫൈ ആൻഡ് ഐഡൻറ്റിഫൈ നൗൺസ് ആൻഡ് ദെയർ ആർ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എ ആൻഡ് ദി ഇത് പഠിച്ച സമയത്ത് നമുക്കറിയാം ആർട്ടിക്കിൾസിനെ 2ആയി തരംതിരിക്കുന്നുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. സോ എന്നാലും ഏതൊക്കെയാണ് ഈ പറയുന്ന ഡിറ്റർമിനേഴ്സ് എന്നുള്ള ഒരു എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ ഡിറ്റർമിനേഴ്സ് ആർ ദീസ്, ദാറ്റ്, ദോസ്, ഇനഫ്, മച്ച്, ഫ്യൂ, വിച്ച്, വാട്ട് ആൻഡ് ദ ആർട്ടിക്കിൾസ് എ ആൻഡ് ദി. ഇതൊക്കെയാണ് നമ്മളുടെ എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ, ഇൻ്റർജെക്ഷൻസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നല്ലേ? നമ്മൾ സാധാരണ തെറ്റിച്ച് പറയുന്നൊരു വാക്കാണിത്. ഇൻ്റർജങ്ഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. INTER, ഇൻ്റർ, JECTION, ഇൻ്റർജെക്ഷൻസ്. ഇൻ്റർജെക്ഷൻസ് എന്നാണ് അതിനെ പറയുക. ഓക്കെ, എന്താണ് ഇൻ്റർജെക്ഷൻസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. മലയാള ഭാഷയിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണിത്. നമ്മൾക്ക് പെട്ടെന്ന് സഡനായിട്ട് ഒരു ഇമോഷൻ ഉണ്ടാവുന്നു. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു പോകുന്നു. നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആ ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്? അയ്യോ എന്ന് പറയാറുണ്ട് അല്ലേ? ഇങ്ങനെ നമുക്കുണ്ടാവുന്ന സഡൻ ഇമോഷൻസിനെ, ഫീലിങ്സിനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ്
ഈ പറയുന്ന ഇൻ്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇൻ്റർജെക്ഷൻസ് ആർ എക്സ്പ്രഷൻസ് ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് ഓൺ ദെയർ ഓൺ ഓർ കണ്ടെയ്ൻഡ് വിത്തിൻ എ സെൻറ്റൻസ്. These words and phrases often carry strong emotions and convey reactions. For example, whoops, ouch. So, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കുണ്ടാകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിനെ, ഇന്നർ ഫീലിങ്സിനെ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഈ പറയുന്ന ഇൻ്റർജെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഈ പാർട്സ് ഓഫ് സ്പീച്ചുകൾ പഠിച്ചിരുന്നാൽ മാത്രം ഈ പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഈ പറഞ്ഞ 9 കാര്യങ്ങളും ഒരു സെൻറ്റൻസിലുണ്ടായിരിക്കും. എന്ന് വെച്ച് ഈ 9 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സെൻറ്റൻസ് അല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 9 ഭാഗങ്ങളും സെൻറ്റൻസിൻ്റെ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ മറ്റൊരു സെൻറ്റൻസിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നൗൺ ഇല്ലാതെ ഒരു സെൻറ്റൻസ് ഇല്ല. പ്രൊനൗൺ ഉപയോഗിക്കാതെ നമ്മൾ സെൻറ്റൻസ് എഴുതാറില്ല. അഡ്ജക്റ്റീവ് ഉപയോഗിക്കാതെ ചിലപ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ എഴുതാറില്ല. അപ്പോൾ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ മറ്റൊരു സെൻറ്റൻസിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചുകൾ. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ബേസിക്. നമ്മൾ പലപ്പോഴും ധാരാളം ഗ്രാമർ പോർഷൻസ് പഠിച്ചു വെക്കാറുണ്ട്. പക്ഷേ ഗ്രാമർ പോർഷൻസ് പഠിക്കുന്ന എല്ലാവർക്കും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനോ നല്ല രീതിയിൽ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാനോ സംസാരിക്കാനോ കഴിയാറില്ല. എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ബേസിക് ഐഡിയ നമുക്കില്ലാത്തതുകൊണ്ടാണ്. സോ ഇതിൻ്റെ ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചുകളുടെ ഒരു ടേബിൾ ഇതിനോടൊപ്പം ചേർക്കുന്നു. അതിനോടൊപ്പം അതിൻ്റെ എക്സാമ്പിളുകൾ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. So this is Anil V signing off. See you on the next video.